ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇപ്പോൾ 4:45 ഇവിടുന്ന് ഇറങ്ങുകയാണ്. രാവിലെ 4:45 ടൈം ആട്ടത്. ഞങ്ങളൊരു സൺറൈസ് കാണാൻ വേണ്ടി പോകാം. ഇവിടെ ഒരു ബീച്ചിൽ സൺറൈസ് കാണാൻ വേണ്ടി പോകണം. രാവിലെ നല്ല വ്യൂ ആയിരിക്കുന്നത് പറഞ്ഞു ഇവിടെ എല്ലാവരും സൺറൈസിന് എല്ലാവരും പോകുന്നതാണ്. ഞങ്ങൾ രാവിലെ എല്ലാവരൊന്നും എണീറ്റിട്ടില്ല, സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് എല്ലാം ഇറങ്ങി ഒരു 15 മിനിറ്റ് അങ്ങോട്ടേക്കുള്ളത്. ഇവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ടോ, എല്ലാവരും സെറ്റാക്കി മെല്ലെ ഇറങ്ങി. കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ സൺറൈസ് കാണാൻ വേണ്ടി. നമ്മൾ സെറ്റായിട്ട് വെയിറ്റിംഗ് ആണ് സൺറൈസിന്. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. സൺറൈസ് വ്യൂ കഴിഞ്ഞു. ഞങ്ങളിപ്പം വേറെ സ്ഥലത്ത് ഒരു നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇന്ന് പോയി നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ലക്സംബൂറിലെ ബീച്ച് നമ്പർ 2 കാണാൻ വന്നതാണ്. ഒരു കോറൽ ബ്രിഡ്ജ് ഉണ്ട്, നാച്ചുറൽ കോറൽ ബ്രിഡ്ജാണ്. നമ്മുടെ വിൻഡോസിൻ്റെയൊക്കെ ഒരു ഇമേജിലൊക്കെ ഉണ്ടായിരുന്നു, വിൻഡോസിൻ്റെ വാൾപേപ്പറായിട്ട്. അത് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ട്രക്കിംഗ് ഉണ്ട്. ശരിക്കും ഈവനിങ് ആണ് കാണാമെന്നുകൊണ്ട് രസം. പക്ഷെ നമ്മൾ ഇന്ന് നമ്മൾ ഈവനിങ് റിട്ടേൺ പോർട്ട് ബ്ലെയറിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ സൺറൈസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ ഒരു അരമണിക്കൂർ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് പോവാണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ടേക്ക് പോകണം. കുറച്ച് അപ്പുറ സൈഡിലേക്കായിട്ടാണ് അതിൻ്റെ നാച്ചുറൽ ബ്രിഡ്ജ് ഉള്ളത്. കുറച്ച് ഇച്ചിരി ട്രക്ക് ചെയ്യാനുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കേട്ടോ രാവിലത്തെ വ്യൂ ആണ്. ഇച്ചിരി റിസ്ക്കിയാണ് ഇതിൽ ട്രക്കിങ്. ഇതൊക്കെ കോറൽസ് ആട്ടോ, ശ്രദ്ധിച്ച് കടന്നില്ലെങ്കിൽ കാലൊക്കെ കൊടുക്കും. ഞാൻ അതുകൊണ്ട് മെല്ലെ എമ്മക്കുട്ടീൻ്റെ മെല്ലെ എൻ്റെ തോളത്ത് കയറ്റി. ഓ മൈ ഗോഡ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കണം. റിസ്കി. ഇച്ചിരി റിസ്കി ആട്ടോ. നല്ല രസമുണ്ട് ഇതിൽ പോകാൻ. ഈ കോറൽസിൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലുമില്ല, അതുകൊണ്ട് ട്രക്ക് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് സൈഡ് ഇതാണ് നമ്മുടെ ആ വ്യൂ പോയിന്റ്. ഇവിടെ വരെ എത്താൻ ഇച്ചിരി റിസ്ക് ആട്ടോ. നൈസ് ആസം വ്യൂ. പുള്ളിനെ ഇവിടെ നമ്മുടെ കൂടെ പുള്ളി വന്ന കേട്ടോ. പുള്ളിക്ക് ട്രക്കിങ്ങിന് കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു 500 രൂപയുണ്ട് തിരിച്ചു വരുന്നതിനും. അവരെ മെല്ലെ അവിടെ നിർത്തി ഞാൻ മാത്രം പോവാണ്. പിള്ളേരെ കൊണ്ട് പോലെ ഇച്ചിരി റിസ്ക്കാണ്. അതിൽ അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പം ഞാനും പുള്ളി മാത്രം പോവാണ്. വെള്ളം അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് വരൽ ഇച്ചിരി റിസ്ക്കാണ്. വെള്ളം കുറയുമ്പോൾ ഒറ്റ ഓട്ടം. അവരെ മെല്ലെ അവിടെ നിർത്തി ഞാനും പുള്ളിയും കൂടെ അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇവിടെ നല്ല വ്യൂ അവസം കേട്ടോ. നല്ല ക്ലൈമറ്റ്, രാവിലെ ആയതുകൊണ്ട് വെയിലും ഇല്ല, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയത്.
പോർട്ട് ബ്ലെയറിലേക്ക് പോവാണ്. ഇവിടെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് പോവാണ്. ഈ വ്യൂ എനിക്കിവിടെ പോകാൻ തോന്നുന്നില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല കാറ്റും തിരമാലേൻ്റെ ശബ്ദവും സൂപ്പറാട്ടോ. മൊത്തം കോറൽസാണ്. ഇവിടെ നോക്കണ ചെറുക്ക എവിടെ നോക്കി നീലയിലിൽ നിന്ന് തിരിച്ച് നമ്മൾ പോർട്ട് ബ്ലെയറിലോട്ട് പോകട്ടോ. ഞങ്ങളുടെ ആക്ച്വലി ഫെറി ഈവനിങ് ആയിരുന്നു 4:30-ക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാ സ്ഥലവും കറങ്ങി കണ്ടു. അതുകൊണ്ട് അത് ഞങ്ങളവിടെ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തത് മോർണിംഗിൽ 10:30-ക്ക് ആക്കി. അപ്പോൾ തിരിച്ച് നേരത്തെ പോർട്ട് ബ്ലെയറിലെത്തും. എൻ്റെ പോയിട്ട് അവിടെയാണ് സ്റ്റേ. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ചെന്നിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് അതുപോലെയാണ് ചെയ്യുന്നത്. Endowed with fresh air, azure sea, sandy white beaches, dotted with green blanketed. നമ്മൾ പോർട്ട് ബ്ലെയറിൽ അറൈവ് ചെയ്തു. നമ്മുടെ അക്കോമഡേഷൻ അങ്ങനെ മിനിഞ്ഞാന്ന് ഫെറിയിൽ വെച്ചൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടായിരുന്നു, ഒരു മലയാളി. പുള്ളീൻ്റെ അടുത്താണ്, പുള്ളീൻ്റെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ. പുള്ളീൻ്റെ അടുത്താണ് ഇപ്പം അക്കോമഡേഷൻ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകണം. ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണ് അങ്ങോട്ടേക്ക് പോകണം. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് സിദ്ധിപ്രോ നമുക്ക് വേണ്ടി സെറ്റപ്പാക്കി വീടുതാണ്. ഇവിടെ ഹോം സ്റ്റേ പോലെയുണ്ട്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആരും വന്നിട്ടില്ല. ഒരു സൂപ്പർവൈസർ വരെ 3 പേരുണ്ടെന്ന് പറഞ്ഞത്. പുള്ളീൻ്റെ വീടും ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ, പുള്ളിയുടെ താഴെ തന്നെ താമസിക്കുന്നത്. ഇതിൻ്റെ മുകളിലെ ഫ്ലോറാണിത്. അടിപൊളി സെറ്റപ്പ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ആണ് വീട്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ആളെ നമുക്ക് ആക്സിഡൻ്റലി ഫെറിയിൽ നിന്ന് കിട്ടിയ ആളാണ്. ഞങ്ങളങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. ആണ് വീട്, നമുക്ക് വേണ്ടി സെറ്റപ്പാക്കിയ റൂമാണ്. ഇപ്പോൾ കിച്ചൺ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് കിച്ചണാണ്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പ്ലാനൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് എണീറ്റാണ്. പിള്ളേരെ കുറച്ച് ടയർഡാണ്. പിള്ളേരൊക്കെ ഒന്ന് ഉറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിയ ശേഷം ഇന്ന് വൈകുന്നേരം ഈവനിങ് എവിടെയും കണ്ട് നാളത്തേക്കുള്ള പ്ലാനിങ്ങിന് റെഡിയാക്കണം.